എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമിസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 3 and 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സാമൂഹിക സ്ഥാപനം എന്താണ്? സാമൂഹിക സ്ഥാപനം എന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട നിയമങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടിത സംവിധാനമാണ്. അപ്പം എന്താണ് സാമൂഹിക സ്ഥാപനം എന്നത്? സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട നിയമങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടിത സംവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എഴുതുക. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. നിശ്ചിത നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു. സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും തലമുറകളിലേക്ക് കൈമാറുന്നു. സ്ഥിരതയും തുടർച്ചയും ഉള്ള സ്ഥാപനങ്ങളാണ്. എന്തൊക്കെയാണ്? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. നിശ്ചിത നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു. സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും തലമുറകളിലേക്ക് കൈമാറുന്നു. സ്ഥിരതയും തുടർച്ചയുമുള്ള സ്ഥാപനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫങ്ഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എഴുതുക. സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സാമൂഹിക ക്രമവും ഐക്യവും നിലനിർത്തുന്നു. സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുന്നു. വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുന്നു. സംസ്കാരവും മൂല്യങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കൈമാറുന്നു. അപ്പം എന്തൊക്കെയാണ്? സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സാമൂഹിക ക്രമവും ഐക്യവും നിലനിർത്തുന്നു. വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുന്നു. സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുന്നു. സംസ്കാരവും മൂല്യങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കൈമാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. എന്താണ്? കുടുംബം, വിദ്യാഭ്യാസം. ഇതാണ് 2 ഉദാഹരണങ്ങൾ. മറ്റുദാഹരണങ്ങളാണ് മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനത്തിന്റെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. നിശ്ചിത നിയമങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുന്നു. സാമൂഹിക സ്ഥാപനത്തിന്റെ 2 പ്രധാന സവിശേഷതകളാണ്, നിശ്ചിത നിയമങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ഫങ്ഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങളുടെ 2 പ്രധാന ധർമ്മങ്ങൾ എഴുതുക. സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുകയും സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുകയും സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സാമൂഹിക സ്ഥാപനങ്ങളുടെ 2 പ്രധാന ധർമ്മങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ തുടങ്ങിയ പ്രധാന സാമൂഹിക സ്ഥാപനങ്ങളാണ്. പ്രാധാന്യം: സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു. വ്യക്തികളെ സാമൂഹികവൽക്കരിക്കുന്നു. സംസ്കാരവും മൂല്യങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറുന്നു. സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു. സമൂഹത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സഹായിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ്, സാമൂഹിക സ്ഥാപനങ്ങളില്ലാതെ സമൂഹത്തിന്റെ നിലനിൽപ്പും ക്രമമായ പ്രവർത്തനവും സാധ്യമല്ല. അപ്പോൾ ഇതാണ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. സ്ഥാപനവും സംഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. സ്ഥാപനം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രൂപം കൊണ്ട നിയമങ്ങളും ആചാരങ്ങളും മൂല്യങ്ങളും അടങ്ങിയ സംവിധാനമാണ്. സംഘടന ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ രൂപീകരിച്ച ക്രമബദ്ധമായ കൂട്ടായ്മയാണ്. സ്ഥാപനം അമൂർത്തമായ ആശയമാണ്. സംഘടന മൂർത്തമായ ഘടനയാണ്. സ്ഥാപനം
സമൂഹത്തിന്റെ സ്ഥിരതയ്ക്കും ക്രമത്തിനും സഹായിക്കുന്നു. സംഘടന നിശ്ചിത ലക്ഷ്യങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മാരേജ്? വിവാഹം എന്താണ്? വിവാഹം എന്നത് ഒരു പുരുഷനും സ്ത്രീയും സാമൂഹികവും നിയമപരവുമായി അംഗീകരിക്കപ്പെട്ട ദാമ്പത്യ ബന്ധമാണ്. മാരേജ് എന്നത് ഒരു പുരുഷനും സ്ത്രീയും സാമൂഹികവും നിയമപരവുമായി അംഗീകരിക്കപ്പെട്ട ദാമ്പത്യ ബന്ധമാണ്. വാട്ട് ഈസ് ഫാമിലി? കുടുംബം എന്താണ്? കുടുംബം എന്നത് വിവാഹം, രക്തബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയിലൂടെ ബന്ധപ്പെടുന്ന ആളുകളുടെ പ്രാഥമിക സാമൂഹിക ഗ്രൂപ്പാണ്. അപ്പം എന്താണ് ഫാമിലി എന്നത്? വിവാഹം, രക്തബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയിലൂടെ ബന്ധപ്പെടുന്ന ആളുകളുടെ പ്രാഥമിക സാമൂഹിക ഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കിൻഷിപ്പ്? ബന്ധുത്വം എന്താണ്? ബന്ധുത്വം എന്നത് രക്തബന്ധം, വിവാഹബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ബന്ധമാണ്. ബന്ധുത്വം എന്നത് രക്തബന്ധം, വിവാഹബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ന്യൂക്ലിയർ ഫാമിലി? അണുകുടുംബം എന്താണ്? അണുകുടുംബം എന്നത് അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ എന്നിവർ മാത്രം ഉൾപ്പെടുന്ന ചെറിയ കുടുംബമാണ്. അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ മാത്രം ഉൾപ്പെടുന്ന ചെറിയ കുടുംബമാണ് ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ജോയിന്റ് ഫാമിലി? സംയുക്ത കുടുംബം എന്താണ്? സംയുക്ത കുടുംബം എന്നത് ഒന്നിലധികം തലമുറകളിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ഒരേ കുടുംബമായി ജീവിക്കുകയും ചെയ്യുന്ന കുടുംബമാണ്. അപ്പൊ സംയുക്ത കുടുംബം എന്നത് ഒന്നിലധികം തലമുറകളുടെ അംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ഒരേ കുടുംബമായി ജീവിക്കുകയും ചെയ്യുന്ന കുടുംബമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മോണോഗമി? ഏകഭർത്തൃത്വം എന്താണ്? ഏകഭർത്തൃത്വം എന്നത് ഒരു പുരുഷന് ഒരു ഭാര്യയോ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവോ മാത്രം ഉള്ള വിവാഹ രീതിയാണ്. അപ്പോൾ മോണോഗമി എന്താണ്? ഒരു പുരുഷന് ഒരു ഭാര്യയോ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവോ മാത്രം ഉള്ള വിവാഹ രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പോളിഗമി? ബഹുവിവാഹം എന്താണ്? വിവാഹം എന്നത് ഒരാൾക്ക് ഒന്നിലധികം ജീവിത പങ്കാളികൾ ഉള്ള വിവാഹ രീതിയാണ്. അപ്പം എന്താണ്? ഒരാൾക്ക് ഒന്നിലധികം ജീവിത പങ്കാളികൾ ഉണ്ടെങ്കിൽ അതിനെ പോളിഗമി എന്നും, മോണോഗമി എന്ന് പറയുന്നത് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോ ഉള്ളതിനാണ് മോണോഗമി എന്ന് പറയുന്നത്. പോളിഗമിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, പോളിഗൈനി ആൻഡ് പോളി എൻട്രി. പോളിഗൈനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാണ്. പോളി എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ. അപ്പം പോളിഗമിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. കുടുംബത്തിന്റെ പ്രധാന സവിശേഷതകൾ എഴുതുക. സമൂഹത്തിലെ പ്രാഥമിക സാമൂഹിക ഗ്രൂപ്പാണ്. വിവാഹം, രക്തബന്ധം, ദത്തെടുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു. അംഗങ്ങൾ തമ്മിൽ സ്നേഹവും സഹകരണവും നിലനിൽക്കുന്നു. കുട്ടികളുടെ സാമൂഹിക വൽക്കരണം നടക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും പഴക്കമേറിയ സാമൂഹിക സ്ഥാപനമാണ്. ഇപ്പോൾ കുടുംബത്തിന്റെ പ്രധാന സവിശേഷതകളാണ്: സമൂഹത്തിലെ പ്രാഥമിക സാമൂഹിക ഗ്രൂപ്പാണ്. വിവാഹം, രക്തബന്ധം, ദത്തെടുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു. അംഗങ്ങൾ തമ്മിൽ സ്നേഹവും സഹകരണവും നിലനിൽക്കുന്നു. കുട്ടികളുടെ സാമൂഹിക വൽക്കരണം നടക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും പഴക്കമേറിയ സാമൂഹിക സ്ഥാപനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ഫാമിലി. കുടുംബത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എഴുതുക. കുട്ടികളുടെ സാമൂഹികവൽക്കരണം, സാമ്പത്തിക സംരക്ഷണം, സ്നേഹവും സുരക്ഷയും നൽകുന്നു. സംസ്കാരവും മൂല്യങ്ങളും കൈമാറുന്നു. അപ്പോൾ കുടുംബത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ, റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ സാമൂഹികവൽക്കരണം, സാമ്പത്തിക സംരക്ഷണം, സ്നേഹവും സുരക്ഷയും നൽകുന്നു. സംസ്കാരവും മൂല്യങ്ങളും കൈമാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോണോഗമി ആൻഡ് പോളിഗമി. അണുകുടുംബവും സംയുക്ത കുടുംബവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അണുകുടുംബം അച്ഛൻ, അമ്മ, മക്കൾ എന്നിവർ മാത്രം ഉൾപ്പെടുന്നു. സംയുക്ത കുടുംബം ഒന്നിലധികം തലമുറകളിലെ അംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. അണുകുടുംബം അംഗങ്ങളുടെ എണ്ണം കുറവാണ്. സംയുക്ത കുടുംബം അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. സ്വതന്ത്രമായി ജീവിക്കുന്നു അണുകുടുംബം. പൊതു സ്വത്തും പൊതുവരുമാനവും പങ്കിടുന്നു സംയുക്ത കുടുംബം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോണോഗമി ആൻഡ് പോളിഗമി. ഏകവിവാഹവും ബഹുവിവാഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക.
മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ജീവിത പങ്കാളി മാത്രം. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നിലധികം ജീവിത പങ്കാളികൾ. മോണോഗമി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും സാധാരണമായ വിവാഹ രീതി. പോളിഗമി ബഹുവിവാഹം എന്ന് പറയുന്നത് ചില സമൂഹങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ഏകവിവാഹത്തിന് ഉദാഹരണമാണ് ഒരു ഭർത്താവും ഒരു ഭാര്യയും. ബഹുവിവാഹത്തിന് ഉദാഹരണമാണ് പോളിഗൈനി ആൻഡ് പോളിഎൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് മാരേജ്. വിവാഹത്തിന്റെ പ്രധാന തരങ്ങൾ വിശദീകരിക്കുക. മോണോഗമി പോളിഗമി ആണുള്ളത്. ഏകവിവാഹം ബഹുവിവാഹം. ഏകവിവാഹം എന്ന് പറയുന്ന ഒരു പുരുഷനോ ഒരു ഭാര്യയോ ഒരു സ്ത്രീക്കോ ഒരു ഭർത്താവോ മാത്രമുള്ള രീതി. പോളിഗമി ഒരാൾക്ക് ഒന്നിലധികം ജീവിത പങ്കാളികളുള്ള വിവാഹ രീതി. പോളിഗമി എന്ന് പറയുന്നത് 2 പ്രധാന തരങ്ങളാണുള്ളത്, പോളിഗൈനി ആൻഡ് പോളിഎൻട്രി. പോളിഗൈനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാണ് ഉണ്ടാവുക. പോളിഎൻട്രി എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വമാണ്, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടാവുന്നതിനെയാണ് പോളിഎൻട്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ കിൻഷിപ്പ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബന്ധുത്വം എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് പറയുന്നത്. ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കാം. രക്തബന്ധം, വിവാഹബന്ധം, ദത്തെടുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ തമ്മിൽ രൂപപ്പെടുന്ന സാമൂഹിക ബന്ധമാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധുത്വത്തിന്റെ തരങ്ങളാണ് കോൺസിഗ്നൽ കിൻഷിപ്പും അതേപോലെ തന്നെ അഫിനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത്. കോൺസിഗ്നൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രക്തബന്ധം എന്നുള്ളതാണ് അർത്ഥം. അഫിനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം. അപ്പോൾ രക്തബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനമായി ഉണ്ടാകുന്ന ബന്ധത്തെയാണ് കോൺസിഗ്നൽ കിൻഷിപ്പ് അല്ലെങ്കിൽ രക്തബന്ധം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് അച്ഛൻ, മകൻ, അമ്മ, മകൾ, സഹോദരങ്ങൾ എന്നിവയാണ് ഇതിന് ഉദാഹരണം. അഫിനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധമാണ്, വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം. ഉദാഹരണം ഭർത്താവ്, ഭാര്യ, അമ്മായിമ്മ, മരുമകൻ ഇതാണ് ഇതിന് ഉദാഹരണം. അഫിനൽ കിൻഷിപ്പ് അതായത് വിവാഹബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധം. അപ്പം കോൺസിഗ്നൽ കിൻഷിപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം രക്തബന്ധമാണ്. അപ്പോൾ രക്തബന്ധം വഴി ഉണ്ടാകുന്ന, ജനനം വഴി ഉണ്ടാകുന്ന ബന്ധമാണ് കോൺസിഗ്നൽ കിൻഷിപ്പ് അല്ലെങ്കിൽ രക്തബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസിഗ്നൽ കിൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ എഴുതേണ്ടത്? രക്തബന്ധം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ജനനം വഴി ഉണ്ടാകുന്ന ബന്ധം എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് ബന്ധുത്വം കുടുംബ ബന്ധങ്ങൾക്ക് ശക്തിപ്പെടുത്തുകയും സാമൂഹിക ഐക്യം വളർത്തുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ചേഞ്ചസ് ഇൻ മാരേജ് ആൻഡ് ഫാമിലി. വിവാഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ കുടുംബത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും വിശദീകരിക്കാനാണ് പറയുന്നത്. ആധുനിക സമൂഹത്തിൽ വിവാഹത്തിലും കുടുംബത്തിലും നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിവാഹത്തിലെ മാറ്റങ്ങളാണ് പ്രണയ വിവാഹങ്ങൾ വർദ്ധിച്ചു, വിവാഹപ്രായം ഉയർന്നു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു, വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കുടുംബാസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. കുടുംബത്തിലെ മാറ്റങ്ങളാണ് സംയുക്ത കുടുംബങ്ങൾക്ക് പകരം അണുകുടുംബങ്ങൾ വർദ്ധിച്ചു, കുടുംബത്തിന്റെ വലിപ്പം കുറഞ്ഞു, സ്ത്രീകളുടെ പങ്കും തീരുമാനമെടുക്കാനുള്ള അവകാശവും വർദ്ധിച്ചു, കുടുംബത്തിന്റെ ചില പ്രവർത്തനങ്ങൾ സ്കൂൾ, ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു, നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും കുടുംബഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് ലാസ്റ്റ് സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളുടെ ഫലമായി വിവാഹത്തിലും കുടുംബത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സമൂഹത്തിന്റെ അടിസ്ഥാന സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിന്റെയും വിവാഹത്തിന്റെയും പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ദി ചേഞ്ചസ് മാരേജ് ആൻഡ് ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ എന്നാൽ എഴുതേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3യിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 3യിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് റിലീജിയൻ? മതം എന്താണ്? മതം എന്നത് വിശുദ്ധമായ കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ്. മതം എന്നത് വിശുദ്ധമായ കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് റിലീജിയൻ? മതത്തിന്റെ പ്രധാന ഘടകങ്ങൾ എഴുതുക. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വിശുദ്ധം, ആരാധന, മതചിഹ്നങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് മതത്തിന്റെ പ്രധാന ഘടകങ്ങൾ? വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വിശുദ്ധം, ആരാധന, മതചിഹ്നങ്ങൾ. വാട്ട് ഈസ് സാക്രഡ്? വിശുദ്ധം എന്നാൽ എന്താണ്? വിശുദ്ധം എന്നത് മതപരമായി പവിത്രവും ആരാധനാർഹവുമായി കരുതപ്പെടുന്ന വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ ആശയങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഉദാഹരണം ക്ഷേത്രം, പള്ളി, ദേവാലയം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ. അപ്പൊ എന്താണ് വാട്ട് ഈസ് സാക്രഡ് എന്ന് ചോദിച്ചാൽ വിശുദ്ധം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധം എന്നത് മതപരമായി പവിത്രവും ആരാധനാർഹവുമായി കരുതപ്പെടുന്ന വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ ആശയങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഉദാഹരണം ക്ഷേത്രം, പള്ളി, ദേവാലയം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൊഫൈൻ?
വിശുദ്ധമല്ലാത്തത് എന്നാൽ എന്താണ്? വിശുദ്ധമല്ലാത്തത് എന്നത് സാധാരണ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മതപരമായി വിശുദ്ധമായി കണക്കാക്കാത്ത കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി കോമ്പണൻസ് ഓഫ് റിലീജിയൻ. മതത്തിന്റെ പ്രധാന ഘടകങ്ങൾ എഴുതുക. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വിശുദ്ധം, ആരാധന, ചിഹ്നങ്ങൾ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് റിലീജിയൻ. മതത്തിന്റെ സാമ്പത്തിക ധർമ്മങ്ങൾ എഴുതുക. സത്യസന്ധതയും കഠിനാധ്വാനവും പ്രോത്സാഹിപ്പിക്കുന്നു. ദാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. സമ്പത്തിന്റെ ന്യായമായ ഉപയോഗത്തിന് പ്രചോദനം നൽകുന്നു. സാമ്പത്തിക അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും വളർത്തുന്നു. അപ്പൊ മതത്തിന്റെ സാമ്പത്തിക ധർമ്മങ്ങൾ എഴുതുക എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? സത്യസന്ധതയും കഠിനാധ്വാനവും പ്രോത്സാഹിപ്പിക്കുന്നു. ദാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. സമ്പത്തിന്റെ ന്യായമായ ഉപയോഗത്തിന് പ്രചോദനം നൽകുന്നു. സാമ്പത്തിക അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും വളർത്തുന്നു. എന്നിട്ട് ലാസ്റ്റ്, മതം സമൂഹത്തിൽ സാമ്പത്തിക അച്ചടക്കവും സാമൂഹിക ക്ഷേമവും വളർത്താൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് റിലീജിയൻ. മതത്തിന്റെ രാഷ്ട്രീയ ധർമ്മങ്ങൾ എഴുതുക. സമൂഹത്തിൽ നിയമവും ക്രമവും പാലിക്കാൻ സഹായിക്കുന്നു. ഐക്യവും സാമൂഹിക ഏകീകരണവും വളർത്തുന്നു. പൗരന്മാരിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. സമൂഹത്തിൽ സമാധാനവും സാമൂഹിക സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദി പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് റിലീജിയൻ. മതത്തിന്റെ രാഷ്ട്രീയ ധർമ്മങ്ങൾ എഴുതാന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ. മതത്തിന്റെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. വിശുദ്ധമായ കാര്യങ്ങളിലുള്ള വിശ്വാസവും ആരാധനയും ഉൾക്കൊള്ളുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് റിലീജിയൻ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ മതത്തിനുള്ള പങ്കിനെ കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മതം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ മതത്തിന് വലിയ സ്വാധീനമുണ്ട്. ഈ സമൂഹത്തിൽ മതത്തിനുള്ള പങ്കാണ് പറയുന്നത്. സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. സാമൂഹിക ഐക്യവും സഹകരണവും ശക്തിപ്പെടുത്തുന്നു. വ്യക്തികൾക്ക് മാനസിക സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നു. സാമൂഹിക നിയന്ത്രണത്തിനും ക്രമത്തിനും സഹായിക്കുന്നു. ദാനധർമ്മം, സേവന പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സമൂഹത്തിൽ സമാധാനവും സൗഹൃദവും നിലനിർത്താൻ സഹായിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ്, വിശ്വാസത്തിന്റെ ഒരു സംവിധാനം മാത്രമല്ല, സമൂഹത്തിൽ ഐക്യം, സമാധാനം, ധാർമ്മികത എന്നിവ വളർത്തുന്ന പ്രധാന സാമൂഹിക സ്ഥാപനമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് റിലീജിയൻ ഇൻ സൊസൈറ്റി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ഇനി ബ്ലോക്ക് 4, 5, 6 ആണ്. ഇത് 3 ഒരൊറ്റ വീഡിയോയിലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക നല്ലോണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.